ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. അപ്പോൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു. ഇപ്പോൾ ഓണം കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമായെങ്കിലും നമ്മുടെ ഓണം വ്ളോഗ് ഇപ്പോഴാണ് എഡിറ്റ് ചെയ്തെല്ലാം റെഡിയാക്കി സെറ്റ് ചെയ്ത് ഇത് അപ്ലോഡ് ചെയ്യാൻ പാകത്തിന് ഒരുപാട് വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് വീഡിയോസ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഷോർട്സ് ഇടാമെന്ന് മാത്രം വിചാരിച്ച് ഓണത്തിൻ്റെ ടൈമിൽ തന്നെ ഞാൻ ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് വീഡിയോസ് എല്ലാം എടുത്ത് കളക്ട് ചെയ്ത് നോക്കിയപ്പം ചെറിയൊരു വ്ളോഗാക്കാം, ഇതൊരു മെമ്മറി ആയിട്ട് കിടന്നോട്ടെ എന്ന് ഓർത്തുകൂടിയാണ് ഞാനിത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇത്രയും ലേറ്റ് ആയത് ഇടാനായിട്ട്. അപ്പം ഉച്ചയ്ക്ക് ശേഷമാണ് ഞങ്ങൾ പോയത്. വെല്ലിച്ചിൻ്റെ വീട്ടിലായിരുന്നു ഓണം. ചെന്ന ടൈമിൽ തന്നെ ഫുഡ് കഴിക്കാൻ ടൈം ആയിരുന്നു. അപ്പം വിഭവസമൃദ്ധമായ ഒരു സദ്യ തന്നെയായിരുന്നു അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. എല്ലാ കറികളും എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പ്രത്യേകം എടുത്ത് പറയാൻ ആവശ്യമില്ല, നമ്മുടെ അമ്മമാർ തന്നെ ഉണ്ടാക്കിയ ഫുഡാണ്, ഒന്നും പറയാനില്ല, എല്ലാം അടിപൊളിയായിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും കൂടി ഒരുമിച്ച് ഒത്തുകൂടിയിരുന്ന് ഫുഡ് കഴിക്കുന്നതിൻ്റെ ആ ഒരു ഫീലൊന്ന് വേറെ തന്നെയാണ്. പിന്നെ പിള്ളേരാണേലും എല്ലാവരും എല്ലാത്തിനും മുന്നിലുണ്ടായിരുന്നു. ആരും അങ്ങനെ പ്രത്യേകിച്ച് വഴക്കോ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ എല്ലാവരും അത്യാവശ്യം ഓക്കെ ആയിട്ടായിരുന്നു. പിന്നെ അവർക്ക് ഹാപ്പി ആകാൻ വേണ്ടിയിട്ട് കുറച്ച് ഓണക്കളികളും നമ്മൾ ചെയ്യുകയൊക്കെ ചെയ്തു. ഓണക്കളികൾ എന്ന് പറയാനൊന്നുമില്ലെങ്കിലും കുഞ്ഞു കുഞ്ഞു കളികളൊക്കെ ചെയ്ത് അവരെ എൻ്റർടൈൻ ചെയ്ത് അവരുടെ ഒപ്പം നമ്മളും കൂടി കൂടിയിട്ടാണ് നമ്മൾ എല്ലാത്തിനും പേരൻസും ചേച്ചിമാരും എല്ലാവരും കൂടെ കൂടി ഒരു ഓണക്കളികളായിരുന്നു. അതുകൊണ്ട് പ്രത്യേകിച്ച് സമ്മാനത്തിന് വേണ്ടിയൊന്നുമല്ല, എല്ലാവർക്കും ഒരു ഒത്തുകൂടിയ നിമിഷം കുറച്ചൊരു സന്തോഷമാക്കാൻ കൂടി വേണ്ടിയാണ് നമ്മൾ ചെയ്തത്. അതിൽ മെയിനായിട്ടും ഇവരാണ്, കുട്ടികളെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇത്രയും കളികളൊക്കെ ഏർപ്പാടാക്കിയത്. അവർക്കും അത് നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. എല്ലാത്തിനും കൂടും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരുടെയും ഓണം എങ്ങനെയായിരുന്നു എന്ന് കമൻറ്റ് ചെയ്യണം. വൈകിപ്പോയെങ്കിലും ഒരിക്കൽ കൂടി എല്ലാവർക്കും ഓണത്തിൻ്റെ ആശംസകൾ അറിയിക്കുന്നു. അതുപോലെ ഇനിയുള്ള ഓരോ ഇതിലും എത്രയൊക്കെ പറഞ്ഞാലും ഫാമിലി ഒരുമിച്ച് കൂടുന്ന ഓരോ നിമിഷവും എല്ലാവർക്കും പ്രിയപ്പെട്ട തന്നെയാണ്. അതുപോലെ പ്രിയപ്പെട്ട കുറച്ച് നിമിഷങ്ങളായതുകൊണ്ടാണ് ഞാനിത് ഒന്ന് ഡോക്യുമെൻ്റ് ചെയ്യാൻ വേണ്ടി കൂടിയാണ് ഇത് ഞാൻ അപ്ലോഡ് ചെയ്യാൻ വിചാരിച്ചത്. എല്ലാവർക്കും ഈ വ്ളോഗ് എത്രത്തോളം ഇഷ്ടപ്പെടുന്നു എന്നറിയില്ല, എങ്കിലും എൻ്റെ ഫാമിലി അത് എപ്പോഴും നമുക്ക് പ്രിയപ്പെട്ടത് തന്നെയാണ്. അപ്പം എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനൊരു വ്ളോഗ് ചെയ്യാൻ എല്ലാ പരിപാടികളിലും ചിലപ്പോൾ എല്ലാവരും കാണുന്നില്ല. ഇപ്രാവശ്യത്തെ ഓണത്തിന് എല്ലാവരും തന്നെ ആരും തന്നെ മിസ്സാകാതെ, അതിൽ ഒരാൾ മാത്രമേ നമുക്ക് മിസ്സായിട്ടുള്ളൂ. എൻ്റെ ബ്രദറാണ്, കിച്ചുവാണ്. അവനിവിടെ ഇല്ല, അവൻ ദുബായിലാണ്. അപ്പോൾ അവനെ മാത്രം മിസ് ചെയ്തിട്ടുണ്ട്. ബാക്കി എല്ലാവരും തന്നെ ഉണ്ടായിരുന്നു. പിന്നെ അച്ഛൻ്റെ പെങ്ങൾ അവരൊന്നും എത്തിയിട്ടില്ല, എങ്കിലും മാക്സിമം ഉള്ള എല്ലാവരും തന്നെ അത്യാവശ്യം എല്ലാവരെയും കൂടി ഉൾപ്പെടുത്തി ഒരു വ്ളോഗ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഫസ്റ്റ് ടൈമാണ് ഫാമിലി മെമ്പേഴ്സിനെ എല്ലാം ഉൾപ്പെടുത്തിയൊരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇനിയുള്ള ഓരോ വീഡിയോസിലും എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. അതിന് ശേഷം ഫാമിലി ഫോട്ടോയൊക്കെ എടുത്ത് എല്ലാവരും നല്ല രീതിക്ക് ഹാപ്പി ആയിട്ട് വരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും നന്ദി.